മേക്കപ്പ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെത്ത സീമ മനീഷ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. ട്രാൻസ് വുമണായ സീമയ്ക്ക് ഇന്ന് മുഖ്യധാര സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. അടുത്തിടെ തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെക്കുറിച്ച് സീമ വിനീത് സംസാരിക്കുകയുണ്ടായി. പങ്കാളിയിൽ നിന്നുണ്ടായ മോശം വാക്കുകളും പെരുമാറ്റങ്ങളും കാരണം വിവാഹത്തിൽ നിന്ന് പിന്മാറുക എന്നായിരുന്നു സീമ വിനീതിന്റെ പ്രഖ്യാപനം. ജനറൽ അധിക്ഷേപം നേരിട്ടതും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ലെന്നാണ് സീമ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് അന്ന് ഏറെ ചർച്ചയായി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സീമ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പങ്കാളിയുമായി വീണ്ടും ഒരുമിക്കുകയാണെന്ന് വ്യക്തമാക്കിയപ്പോൾ സീമ വിനീത് പിരിയാൻ എളുപ്പമാണ് എന്ന് മനസ്സിലായി. പിരിയാൻ പറയാനും അതിനേക്കാൾ എളുപ്പമാണ്. പക്ഷേ പരസ്പരം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്ത് എന്ന് കുറിച്ചുകൊണ്ടാണ് പങ്കാളിക്കൊപ്പമുള്ള ഫോട്ടോകൾ സീമ വിനീത് പങ്കുവച്ചത്. മുമ്പൊരിക്കലും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും സീമ വിനീത് സോഷ്യൽ മീഡിയയിൽ പകർത്തിയിരുന്നു. എന്നാൽ പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു. ഇത് രണ്ടാം തവണയാണ് സീമ പോസ്റ്റ് പിൻവലിക്കുന്നത്. ആദ്യത്തെ പോസ്റ്റ് പിൻവലിച്ചതിനെക്കുറിച്ച് നേരത്തെ സീമ പരാമർശിച്ചിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് അന്ന് പോസ്റ്റ് പിൻവലിച്ചത്. ഇനി ആ വ്യക്തിയിൽ നിന്ന് അത്തരമുള്ള മോശം പെരുമാറ്റം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ തുടർന്നും ഇത് ആവർത്തിച്ചു എന്ന് സീമ വിനീത് ആരോപിക്കുന്നു. വ്യക്തിഹത്യയും ജനറൽ അധിക്ഷേപവും നേരിട്ടു. ഞാനെന്ന വ്യക്തിയെ ഇല്ലാതാക്കുന്ന അധിക്ഷേപ വാക്കുകൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു വിലയും തരാതെ സംസാരിച്ചു. തൊഴിലിനെയും അധിക്ഷേപിച്ചു. ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകാ ദമ്പതികളെ അഭിനയിച്ചുവെന്നും അന്ന് സീമ വിനീത് തുറന്നു പറഞ്ഞു. ഈ പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരിക്കുന്നത്. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ തങ്ങൾ പ്രണയത്തിലാണെന്നതിനെക്കുറിച്ച് സീമ വിനീത് സംസാരിച്ചിരുന്നു. 4 വർഷത്തെ അടുപ്പത്തിന് ശേഷമാണ് വിവാഹമെന്ന് സീമ വിനീത് അന്ന് വ്യക്തമാക്കി. 4 വർഷത്തെ അടുപ്പത്തിന് ശേഷമാണ് വിവാഹമെന്ന് സീമ അന്ന് വ്യക്തമാക്കി. മുൻപ് ബ്രേക്കപ്പിന് ശേഷം ഇനി ജീവിതത്തിൽ കാര്യം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച സമയം. പുള്ളിക്കാരൻ പുറത്താണ്. ഞങ്ങൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു. പുള്ളിക്കാരൻ ബ്രേക്കപ്പ് നൽകുന്ന സമയമായിരുന്നു അത്. ഞങ്ങൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടവരായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഇഷ്ടം തോന്നി. അങ്ങനെ ഏകദേശം ഒരേ സ്വഭാവക്കാർ. ഏകദേശം ഞങ്ങൾ രണ്ടാളുടെയും സ്വഭാവം ഒരുപോലെ. എന്ത് ഇഷ്ടമല്ലെങ്കിലും തുറന്നു പറയും. ചിലപ്പോൾ ആ നിമിഷത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. സാധാരണക്കാരാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. എന്ത് തുറന്നു പറയാനും മടിയില്ലാത്ത ആൾ. ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പുണ്ട്. മനുഷ്യൻ്റെ കാര്യമാണ്.